നമസ്കാരം. വീണ വിജയനെ ഉടൻ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതി. വീണ വിജയൻ ഉടൻ സമൻസ് നൽകിയേക്കും. വീണ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാഹചര്യം വരെ ഉണ്ടായേക്കാം. അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. പിണറായി വിജയന്റെ മകൾക്ക് ഇഡിയുടെ കുരുക്ക് വീണ്ടും മുറുകുകയാണ്. CMRL ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പിണറായിക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു. കൊച്ചിയിൽ ക്യാമ്പ് ചെയ്ത് ഇഡി ഡയറക്ടർ കാത്തിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. മാസപ്പടി വിവാദത്തിലും കരിമണൽ കമ്പനിയായിട്ടുള്ള CMRLലെ സാമ്പത്തിക ഇടപാടുകളിലും പെട്ട് ഉഴലുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിന്റെ നിർണായക വിധി എത്തിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുന്നു. ESNR രജിസ്റ്റർ ചെയ്യാതെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡിക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെ മാസപ്പടി കേസിൽ വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിനായിട്ടുള്ള ഇഡിയുടെ വഴിയിലെ എല്ലാ നിയമ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് എത്തിയേക്കാം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായിട്ടുള്ള A. രാജ, വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുവാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. നിർണായക കോടതി വിധി പുറത്തു വന്നതോടെ അടുത്ത ഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി യോഗം ചേരുകയും ചെയ്തു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ തലപ്പത്ത് അതീവ ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അന്വേഷണത്തെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് ഇഡി ഡയറക്ടർ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം നീളുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള വീഴ്ചകളും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് ഡൽഹിയിലെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി വിധി പകർപ്പ് അത് കൈപ്പറ്റിയാൽ ഉടൻ തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി സമൻസ് കൈമാറുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ECNR രജിസ്റ്റർ ചെയ്യാതെ ഇഡിക്ക് തങ്ങളുടെ സ്ഥാപനത്തിലും അതിലൂടെ നടന്ന ഇടപാടുകളിലും അന്വേഷണം നടത്താൻ അധികാരമില്ല എന്നുള്ളതായിരുന്നു CMRLന്റെ പ്രധാന വാദം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ സാങ്കേതികത്വത്തെ മുൻനിർത്തി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്, പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു. കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തുന്നതിനും അന്വേഷിക്കുന്നതിനും കേന്ദ്ര ഏജൻസിക്ക് വിപുലമായിട്ടുള്ള അധികാരമുണ്ട് എന്നും സാമ്പത്തിക കാരണങ്ങൾ പറഞ്ഞ അന്വേഷണം തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കരിമണൽ കമ്പനിയെ മുൻനിർത്തി നിയമപോരാട്ടം നടത്തി ഇഡിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ഈ വീണ വിജയന്റെ പ്രതീക്ഷകൾക്കാണ് ഇതോടുകൂടി അന്ത്യമായിരിക്കുന്നത് എന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കെ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരായിട്ടുള്ള ഇഡിയുടെ നീക്കം CPMനെ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന സ്ഥിരം രാഷ്ട്രീയ പ്രതിരോധം അത് ഉയർത്താൻ ഇനി ഭരണപക്ഷത്തിന് കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇഡി അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള നിയമസാധുത നൽകിയിരിക്കുന്നത്. ഇത് CPMന് വലിയ തിരിച്ചടിയാണ്, കേന്ദ്ര ഏജൻസിക്ക് ആശ്വാസമാകുന്ന ഒരു വാർത്തയുമാണ്. ഇവിടെ വീണയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. കാരണം വീണയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും ഒപ്പം തന്നെ ഇഡി ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയം കൂടിയാണ്. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ഇഡി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതോടെ ഇതിനകത്ത് അതായത് ഈ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് അത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിണറായിയുടെ മകൾ അറസ്റ്റിലായാൽ അത് പുതിയ തല ചർച്ചകൾക്ക് വരെ വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ വിജയനെ ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.